നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ ജൂലൈ 18-ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഹർത്താൽ ആചരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ KGOA നേതൃത്വത്തിൽ ഗസറ്റഡ് ജീവനക്കാർ ജില്ലാ ധർണ നടത്തി. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് SFI നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിൽ ജൂലൈ 18-ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഹർത്താൽ ആചരിക്കും. പട്ടയം നൽകുന്നതിൽ സർക്കാർ തുടരുന്ന അലംഭാവം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സമുദായ സംഘടനകൾ ഹർത്താലിനെ പിന്തുണയ്ക്കും. BJP, ഇൻഫാം, ആധാരമെഴുത്ത് അസോസിയേഷൻ എന്നീ സംഘടനകൾ ഹർത്താലിനെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചു. ഹർത്താലിനെ പിന്തുണച്ച് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. ഹർത്താൽ സമരം വിജയിപ്പിക്കൂ, ഹർത്താൽ സമരം വിജയിപ്പിക്കൂ, 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 ഹർത്താൽ സമരം വിജയിപ്പിക്കൂ. ജിയോ ബിച്ചൻ വടക്കേൽ, സണ്ണി കോലഞ്ചേരി, ജോർജ് മണിമല തുടങ്ങിയവർ നേതൃത്വം നൽകി. മാറി മാറി വരുന്ന സർക്കാരുകൾ കർഷകർക്ക് ഒരു പ്രതീക്ഷ മാത്രം കൊടുത്തുകൊണ്ട് അവരുടെ ഈ ന്യായമായ അവകാശത്തെ ധ്വംസിക്കുന്ന ഹീനമായ പ്രവൃത്തിയിൽ പ്രതിഷേധിക്കുന്നതിന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നാളെ നടത്തുന്ന ഇടുക്കി ജില്ലാ ഹർത്താലിന് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതയുടെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ അറിയിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നാളെ കടകളടച്ച് മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളും അതുപോലെ ഈ ന്യായമായ ആവശ്യത്തിനു വേണ്ടി ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ വേദനിക്കുന്ന ആളുകളുടെ, ശബ്ദമില്ലാത്തവരുടെ, എല്ലാവരും അവഗണിക്കപ്പെട്ടവരുടെ, ഈ കാർഷിക മേഖലയുടെ ഈ ന്യായമായ ആവശ്യത്തിനു വേണ്ടി നാളത്തെ ഹർത്താൽ സമരം വിജയിപ്പിക്കണമേ എന്ന് കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പട്ടയ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നതായി DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്. 1993 നിയമപ്രകാരം ഇതുവരെ 20,000-ഓളം പട്ടയം നൽകി. ഇത് സർവകലാശാല റെക്കോർഡാണ്. 1964 നിയമപ്രകാരം പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. 2005-ലെയും 2009-ലെയും ദോഷകരമായ ഭേദഗതികൾ സർക്കാർ ഒഴിവാക്കി. സമരം നടന്നാലും ഇല്ലെങ്കിലും മുഴുവൻ ആളുകൾക്കും ഈ സർക്കാർ പട്ടയം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് പട്ടയം നൽകുന്ന സർക്കാർ ആദിവാസി വിഭാഗങ്ങളെ അവഗണിക്കുകയാണെന്ന് അഖില തിരുവിതാംകൂർ മലയ അരയ സഭ. സാധാരണ പൗരന്മാരുടെ അവകാശങ്ങൾ പോലും നിഷേധിക്കുകയാണെന്ന് നേതാക്കളായ KI പരമേശ്വരൻ, R ജനാർദ്ദനൻ, NG ഭാസ്കരൻ, KV സുബി എന്നിവർ പറഞ്ഞു. 93 ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ പട്ടയം കൊടുക്കാൻ പാടില്ല എന്നൊരു സ്റ്റേ എടുത്തു. ആ സ്റ്റേ ജസ്റ്റിസ് ബാലകൃഷ്ണൻ സാറിന് ഹൈക്കോടതിയിലായിരുന്നു. അങ്ങനെ വിധിയിലെ നോ അതർ പേഴ്സൺ ആൻഡ് ട്രൈബ്സ് ഇൻ ട്രൈബൽ സെറ്റിൽമെന്റ്. ട്രൈബൽ സെറ്റിൽമെന്റിൽ ട്രൈബ്സ് അല്ലാത്ത വേറൊരാൾക്കും പട്ടയം കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു 93 സ്റ്റേ. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ആദിവാസി മേഖലയിൽ മറ്റുള്ളവർക്ക് പട്ടയം കൊടുത്തിട്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻഷിപ്പ് ഉണ്ട് മലയാള കർഷകർ ഞങ്ങളുമായിട്ട്. അത് തിരുത്താനും കൂടെയാണ് ഞങ്ങൾ ഈ പരിശ്രമങ്ങൾ നടത്തുന്നത്. മലയാള കർഷകർക്ക് പട്ടയം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ സെറ്റിൽമെന്റിൽ ഞങ്ങൾക്ക് മസ്റ്റായിട്ട് പട്ടയം തന്നിരിക്കണം. 1/1/77 കേരള ഗവൺമെന്റ് പട്ടയം കൊടുക്കുന്നതിന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ആ ഡേറ്റിന്റെ പരിമിതിയൊന്നും പാടില്ല. ഞങ്ങളിവിടെ ജനിച്ചു വളർന്നവരാണ്. ഇടുക്കി, കോട്ടയം തുടങ്ങിയ ആദിവാസി മേഖലകളിൽ പണ്ട് മുതലേ താമസിക്കുന്ന ആദിവാസികൾക്ക് എത്ര രൂപ കൈവശമുണ്ടോ
ഗവൺമെന്റ് ഇപ്പൊ 4-8 എത്ര ഉണ്ട് ഓരോരുത്തർ പേരേക്ക് 4-4 5-5 8-8 ആ മുഴുവൻ ഭൂമിക്കും ഈ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം തീരുമാനില് നാട്ടുകാർക്ക് 1000 പട്ടയം കൊടുക്കുന്നു, 50 ആദിവാസിക്ക് വനാവകാശ രേഖ കൊടുക്കുന്നു. ഞങ്ങൾക്ക് കിട്ടുന്നു വനാവകാശ രേഖ. ഒരു പൈസയുടെ പോലും വിലയില്ലാത്ത സാധനമാണ് വനാവകാശ രേഖ. അതുകൊണ്ട് ഇടുക്കിയിൽ ഇനി അടുത്ത പ്രാവശ്യം പട്ടയം കൊടുക്കുമ്പോൾ ആദിവാസികൾക്ക് വനാവകാശ രേഖയും മറ്റുള്ളവർക്ക് പട്ടയം കൊടുക്കുന്ന നടപടി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ WPC കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ KGOA നേതൃത്വത്തിൽ ഗസറ്റഡ് ജീവനക്കാർ ജില്ലാ ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. തൊണ്ണൂറ്റിയാറ് മുതൽ 2001 വരെയുള്ള ഇടതുപക്ഷ സർക്കാരും അതിനുശേഷം ഇപ്പൊ 2006 മുതൽ 2011 വരെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരുമാണ് ഈ നയങ്ങളിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ടുള്ള ഒരു ജനപക്ഷ നയം സ്വീകരിച്ചത്, ബദൽ സ്വീകരിച്ചത്. ഒട്ടേറെ തെളിവുകൾ നമുക്ക് ഹാജരാക്കാൻ കഴിയും. വളരെ വിശാലമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. 91 ശേഷം ഇറങ്ങിയ കേരളത്തിൽ ഇറങ്ങിയ ഉത്തരവുകൾ പരിശോധിച്ചാൽ ആദ്യത്തെ ഉത്തരവ് പറയുന്നത്, ആ UDF സർക്കാരിന്റെ ഒരു ഉത്തരവ് പറയുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. കേരളത്തിലെ സ്കൂളുകൾ മുഴുവൻ അൺഎക്കണോമിക് ആണ്. എന്ന് വെച്ചാൽ കച്ചവടത്തിൽ ലാഭമില്ലാത്തതിനെയാണ് അൺഎക്കണോമിക് എന്ന് പറയുക. സ്കൂൾ എന്ന് പറഞ്ഞ പ്രവർത്തനം ലാഭമില്ലാത്ത, കച്ചവടത്തിൽ ലാഭമില്ലാത്ത സാധനമായി ചുരുങ്ങിയിരിക്കുന്നു. അത് അന്നിറങ്ങിയ ഉത്തരവാണ്. മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് പറയുന്നു, ആ ഡിപ്പാർട്ട്മെന്റുകളിൽ പലതും ആവശ്യമില്ല എന്ന്. കൃഷി വകുപ്പ് പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ആവശ്യമില്ല എന്ന്. അത്തരം ഡിപ്പാർട്ട്മെന്റുകൾക്ക് പകരം അക്രഡിറ്റഡ് ഏജൻസീസിനെ, അതല്ലെങ്കിൽ NGOs എന്ന് പറയുന്ന വിഭാഗത്തെ സ്വീകരിച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് അന്ന് സർക്കാർ പറഞ്ഞത്. SFTO നേതൃത്വത്തിൽ ജീവനക്കാർ തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. ഫേസ്ബുക്ക് വഴി മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് പുറത്താക്കപ്പെട്ട ജീവനക്കാരനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. TM ഗോപാലകൃഷ്ണൻ, PK സുധാകരൻ, AK ഷാജി, TM സുബൈർ, MN ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടയത്തെ DCC സെക്രട്ടറി നൌഷാദ്, കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്ര സഹമന്ത്രി, ഇവരെല്ലാമാണ് ശാലു മേനോനെ അങ്ങ് ഡൽഹിയിൽ സിനിമ സെൻസർ ബോർഡിന്റെ അംഗമാക്കി മാറ്റുന്നതിൽ ഇത്തരം ആളുകളുടെ എല്ലാം അവിഹിതമായ ബന്ധങ്ങൾ ചൂട്ടുപിടിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. ശാലു മേനോൻ ആരാ? ഈ തട്ടിപ്പ് കേസിലെ പ്രധാന കക്ഷിയാണ്. ഒരുപാട് നോക്കി തിരുവഞ്ചു. ശാലു മേനോനെ തൊടാതിരിക്കാൻ, പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ, പോലീസ് ചോദ്യം ചെയ്യാതിരിക്കാൻ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ ഈ നാട്ടിലെ ദൃശ്യ വാർത്താ മാധ്യമങ്ങളും ജനങ്ങളാകെ ഈ സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാകെ പ്രതിഷേധിച്ചപ്പോൾ ശാലു മേനോനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന രംഗം നിങ്ങൾ കണ്ടില്ലേ? ശാലു മേനോൻ പോലീസ് കയറി വരുന്നു, ശാലു മേനോൻ ചിരിക്കുന്നു, അവിടെ ഇരുന്ന് ഒരു ബാഗ് എടുത്ത് തോളിലേക്ക് വെക്കുന്നു. ഒരു പ്രതിയെ പോലീസ് പിടിക്കാൻ പോയതാണ് എന്ന് വെച്ചാൽ പോലീസ് വരുന്നു, പോലീസിനെ കാത്തിരിക്കുന്നു ശാലു മേനോൻ. എന്നിട്ടോ സ്വന്തം കാറിൽ സ്വന്തം ഡ്രൈവർ ഡ്രൈവ് ചെയ്ത് രണ്ട് സൈഡിൽ 2 പോലീസുകാരികൾ ഇരുന്ന് സൺഫിലിം ഒട്ടിച്ച കാറിൽ ശാലു മേനോൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന പടം നമ്മൾ കണ്ടില്ലേ? ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് യാത്ര ചെയ്തപ്പോൾ ഞാൻ പോയ കാറിൽ സൺഫിലിം ഒട്ടിച്ചൊരു കാറായിരുന്നു. വാഴക്കുളത്ത് വെച്ച് പോലീസ് പിടിച്ചു. അപ്പൊ തന്നെ ഡ്രൈവറോട് 300 രൂപ ഈടാക്കി. സരിത S. നായരും ബിജു രാധാകൃഷ്ണനും അതുപോലെ തന്നെ ശാലു മേനോനും ഒക്കെ ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. അപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നു, ഇതുമായി എനിക്കൊരു ബന്ധവുമില്ല. എന്റെ ഓഫീസിലെ ചില ആളുകൾ ഈ പണിയിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ എനിക്കിതുമായി ബന്ധമില്ലെന്ന്
സുഹൃത്തുക്കളെ, അവിടെയാണ് ഈ കാപട്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാപട്യം ഇതിൽ നിന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ജോപ്പൻ പണം വാങ്ങിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ വെച്ചാണ് എന്ന് ജോപ്പൻ പറയുന്നു, സരിത പറയുന്നു. അവിടെ വെച്ചാണ് പണം കൊടുത്തെന്ന് ശ്രീധരൻ നായർ പറയുന്നു. ഇതുപോലെ തെളിവ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് SFI നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. SC/ST വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ SFI കേന്ദ്ര കമ്മിറ്റി അംഗം M. ഷാജർ ഉദ്ഘാടനം ചെയ്തു. ജോപ്പന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് യഥാർത്ഥ കുറ്റക്കാരൻ. ജോപ്പൻ ഇന്നും സ്വന്തമായിട്ട് വീടില്ല. ഞാൻ ഇന്നും ജീവിക്കുന്നത് 4 സെന്റ് സ്ഥലവും ഒരു ചെറിയ പൊളിഞ്ഞു വീണ വീട്ടിലാണ്. ഈ പറഞ്ഞ കോടികൾ എന്റെ മകൻ കൊള്ളയടിച്ചുവെങ്കിൽ എന്തുകൊണ്ട് എന്റെ വീട്ടിനകത്തേക്ക് അതിന്റെ ഒരു സംഖ്യ പോലും വരുന്നില്ല? അനിയനെടുത്ത വീട്ടിലാണ് ഇപ്പോൾ ജോപ്പൻ താമസിക്കുന്നത് എന്ന് ജോപ്പന്റെ അച്ഛൻ പറഞ്ഞു വെക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് ജോപ്പൻ മാന്യനാണെന്നല്ല, പക്ഷേ 10,000 കോടി രൂപ അട്ടിമറിച്ചിട്ടോ കൊള്ളയടിച്ചിട്ടോ ഒരു സംഖ്യ. ആ പണം എവിടേക്ക് പോയി എന്ന് ചോദിച്ചാൽ അതിന്റെ പൂർണ്ണമായി ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം ചില നാട്ടിനകത്ത് വല്ലാത്ത രീതിയിൽ ജനങ്ങളെയെല്ലാം വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് പണം അതിലേക്ക് നിക്ഷേപിച്ച് 10,000-ഉം 20,000-ഉം 2 ലക്ഷവുമെല്ലാം ചില പാവങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു. നാട്ടിൽ മുമ്പ് വീരപ്പൻ ഉണ്ടായിരുന്നു. വീരപ്പൻ സത്യമംഗലം കാട്ടിൽ പോയാൽ ആ പ്രദേശത്ത് ഒരു മനുഷ്യരും വീരപ്പനെ ഒറ്റുകൊടുക്കൂല. ആ നാട്ടിനകത്തുള്ള എല്ലാ ആൾക്കാർക്കും വീരപ്പൻ അത്താണിയായിരുന്നു. ആ നാട്ടിലെ പാവങ്ങൾക്ക് ഒരു ഗ്രാമം ഒന്നാകെ വീരപ്പൻ സഹായിച്ചിരുന്നു. ആ നാട്ടിനെല്ലാവരും അരിയും ഭക്ഷണവും വസ്ത്രവും പണവും കൊടുത്ത് ആ നാട്ടിലെ പട്ടിണി പാവങ്ങളെ വീരപ്പൻ സഹായിച്ചിരുന്നു. പക്ഷെ വീരപ്പൻ കൊടും കള്ളന. ഒടുവിൽ വീരപ്പനെ വെടിവെച്ച് കൊല്ലുകയുണ്ടായിട്ടുള്ളത്. അതേപോലെ മുഖ്യമന്ത്രി നാട്ടിനകത്തെ പലരെയും സഹായിക്കുമ്പോൾ വീരപ്പൻ ചെയ്ത പോലെ തന്നെയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിൽ ജൂലൈ 18-ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഹർത്താൽ ആചരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ KGOA നേതൃത്വത്തിൽ ഗസറ്റഡ് ജീവനക്കാർ ജില്ലാ ധർണ നടത്തി. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് SFI നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.